പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. ഇത് നമ്മുടെ കോഴിക്കോട് തെക്കേപ്പുറമുള്ള ഒരു വീട്ടിലത്തെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പേര് കേട്ട വീടാണ്. ഒരുപാട് കുടുംബങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ഇദ്ദേഹം തനിച്ചാണ് ഈ പൊളിഞ്ഞ വീട്ടിൽ. ഫുള്ള് മലമൂത്ര വിസർജനത്തിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. തിന്നാനുമില്ല, കുടിക്കാനുമില്ല എന്ന് പറഞ്ഞു. ഇതേമാതിരിയുള്ള പരീക്ഷകൾ ആയിരിക്കും കൊടുക്കല്ലെന്നാഥ. ഈ പാപങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെ എവിടെ കൊണ്ടേ തീർക്കും. എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും മനുഷ്യരാണ്. ഒരുപാട് തെറ്റ് ചെയ്തവർക്ക് നമ്മൾ ജയിലിലൊക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം കുടുംബം, രക്തബന്ധം തിരിഞ്ഞു നോക്കുന്നില്ല. വല്ലാത്തൊരു ദയനീയത. ഞങ്ങളുടെ ആ വീട്ടിൽ പോയതിൻ്റെ സാഹചര്യം വല്ലാത്തൊരു സാഹചര്യമാണ്. ഫുള്ള് മലത്തിലായിരുന്നു അദ്ദേഹം കിടക്കുന്നതൊക്കെ. ഫുള്ള് തൊട്ടിച്ച് മുടിച്ച് വൃത്തിയാക്കി രാങ്ങര കുളത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനെ കുളിപ്പിച്ച് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. കുടുംബത്തിനെ കരയിച്ച് 1-2 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിലവർക്കൊക്കെ മരണം വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുപോലാണ് അദ്ദേഹത്തിന് നടന്നത്. 1 മാസത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഹോസ്പിറ്റലിൽ നല്ല ആരോഗ്യവാനായിട്ട് നിന്നു. അവിടുത്തെ വിളിക്ക് കാതോർക്കുകയായി അദ്ദേഹം മരണപ്പെട്ടു. അപ്പം കുടുംബങ്ങൾക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാരണം ആ വീട്ടിനൊരു അവകാശമാണ് അദ്ദേഹം. സ്വത്തുക്കൾ ആർക്ക് കിട്ടുന്നുള്ള മനസ്സിലായിരുന്നു ആ സമയത്ത്. പഠിച്ചവനെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് നന്മ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ വീട്ടിൻ്റെ അടുത്ത് കണ്ടിട്ടോ. പള്ളിൻ്റെ തൊട്ടടുത്തുമാണത്. ഇത്ര രാഷ്ട്രീയക്കാരുണ്ട് അവിടെ നന്മ ചെയ്യുന്നു. ആരും കണ്ടിട്ടില്ല. കാരണം അതങ്ങനെയാണ്. ഇതേമാതിരിയുള്ള പ്രവർത്തനം ചെയ്യാൻ കളങ്കമില്ലാത്ത നല്ലൊരു മനസ്സ് വേണം. നിങ്ങളൊക്കെ വീട്ടിൻ്റെ അടുത്ത് ഇതുപോലത്തെ മനുഷ്യരൊക്കെ ഇത്തരം ദയനീയതൊരവസ്ഥയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കണം. കോഴിക്കോട് ഇങ്ങനെ നന്മ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, TMK ചാരിറ്റബിൾ ട്രസ്റ്റ്. അറിയാത്തവർ ഇനിയെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിക്കണം. ആരോരില്ലാത്തവർക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരൊക്കെ ആവാണ് ആ സമയത്ത്. സഹോദരൻ, കുടുംബം, കൂട്ടുകാരൻ, അച്ഛൻ, അമ്മ, അങ്ങനെ പലവരും. ഒറ്റപ്പെട്ടവർക്ക് ഒരു ആശ്രയം. അതാണ് TMK ഒരുക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങളെ സഹായങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാവണം. ഇതേപോലെയുള്ള മനുഷ്യരെ ഞങ്ങൾ എന്താക്കാണ് ഒരു പുനർജന്മം കൊടുക്കാൻ നമ്മളെ കൂടെ നിങ്ങൾ ഉണ്ടാകണം എന്നാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ. താങ്ക് യു.